ലോകത്തെമ്പാടുമുള്ള മലയാളികൾ നല്ല ഓണസദ്യ കഴിച്ചിരിക്കുമ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരും കൂട്ടിരിപ്പുകാരും എവിടെ നിന്നാകും സദ്യ കഴിച്ചിരിക്കുക എന്ന് ഓർക്കുന്നുണ്ടോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയപൂർവ്വം പൊതിച്ചോറ് പദ്ധതിയുടെ ഭാഗമായി ഇന്ന് പായസമടക്കമുള്ള സദ്യയാണ് ഡിവൈഎഫ്ഐ ഒരുക്കിയത്. വി വസീഫ് ഇന്നത്തെ പൊതിച്ചോറ് വിതരണത്തിന് നേരിട്ട് നേതൃത്വം നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലാണ് ഞാനുള്ളത്. കഴിഞ്ഞ 5 വർഷമായി ഡിവൈഎഫ്ഐ ദിവസവും ഇവിടെ പൊതിച്ചോറുകൾ നൽകി വരുന്നുണ്ട്. നമുക്കറിയാം ആ കാര്യം. എന്നാൽ ഈ തിരുവോണ ദിനത്തിൽ പൊതിച്ചോറിനപ്പുറത്തേക്ക് അല്പം കൂടി സ്നേഹം അതിൽ കലർത്തി സദ്യയാണ് ഇത്രയും അധികം ആളുകൾക്ക്. ഇപ്പോൾ ഞാൻ വന്നത് മുതൽ ഏതാണ്ട് 100 കണക്കിന് ആളുകൾ ഇവിടെ വന്ന സദ്യ വളരെ ക്ഷമയോടുകൂടി ക്യൂ നിന്ന് അത് വാങ്ങി അവർ മടങ്ങി പോവുകയാണ്. ഡിവൈഎഫ്ഐ ഇത് വർഷങ്ങളോളമായി തുടരുന്ന ഒരു കാര്യമാണ്. ഈ പൊതിച്ചോറ് വിതരണത്തെ പരിഹസിച്ച ആളുകൾ എവിടെ നിൽക്കുന്നു? ഈ ഡിവൈഎഫ്ഐക്കാർ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ സാഹചര്യങ്ങൾ കൂടി നമ്മൾ വായിക്കണം. ഇന്നത്തെ ഈ സദ്യ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതിനൊപ്പം വസീഫ് കൂടിയുണ്ട്, മാവേലിയുമുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണിത്. അത് ഈ ദിവസം സദ്യ നൽകാൻ കഴിയാന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി സന്തോഷമാണ്. അതെ, ഇന്നിപ്പോ ഇവിടെ നമുക്കൊരു 1-2 പേര് വന്നിട്ട് നമ്മളോട് ചോദിച്ചു, ഇന്നുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കാരണം ഓണമാണല്ലോ, എല്ലായിടത്തും അവധിയാണല്ലോ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്, ഞങ്ങൾക്കൊരു അവധിയുമില്ല എന്നുള്ളതാണ്. ഓണമാകട്ടെ, പെരുന്നാളാവട്ടെ, ക്രിസ്മസ് ആവട്ടെ, ഏതാഘോഷമാവട്ടെ, ഇനി ഏതെങ്കിലും പ്രതിസന്ധിയുള്ള സമയമാകട്ടെ, കോവിഡിന്റെ സമയത്ത് പോലും എങ്ങനെ പൊതിച്ചോറ് കൊടുക്കാൻ പറ്റും എന്ന് ആലോചിച്ച സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രളയഘട്ടങ്ങളിലുമെല്ലാം ഞങ്ങളിവിടെ